ഞാൻ കുളിച്ചിങ്ങനെ ഇരിക്കായിരുന്നു. അപ്പൊ ഞാൻ ഓർത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഈ കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഞാൻ 10th കഴിഞ്ഞപ്പോഴാണ് വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ക്രിയേഷൻ ഒന്നല്ല. ഞാൻ വല്ലപ്പോൾ എന്തെങ്കിലും വ്ലോഗ് പോലെയൊക്കെ ഇടും, എന്നിട്ട് അത് ഡ്രോപ്പ് ചെയ്യും. എന്നിട്ട് പിന്നെ +1 കയറി, പിന്നെ +2 ആയി, പിന്നെ ഡിഗ്രി ആയി. +2 കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യുമായിരുന്നു. അത് മീൻസ് 1 മന്ത് കഴിയുമ്പോൾ തന്നെ ഞാൻ നിർത്തും, അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്യാറ്. അത് കഴിഞ്ഞ് ഡിഗ്രി 3rd ഇയർ ഒക്കെ ആയപ്പോൾ ഞാൻ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് അതിൽ ഞാൻ വീഡിയോസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അത് അവിടെ പിന്നെ നിർത്തി. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്കൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. ഇപ്പൊ വീഡിയോസ് കൺസിസ്റ്റന്റ്ലി ഇങ്ങനെ ഇട്ട് പോവാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഐ മീൻ 1.5 മന്ത് എന്തോ ആയിട്ടുള്ളൂ. ഇപ്പൊ എനിക്ക് ഈ പേജില് ഈ 1.5 മന്ത് മുമ്പ് അല്ലെങ്കിൽ 2 മന്ത്സ് മുമ്പ് 700 സംതിങ് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് 6700 എന്തോ ഫോളോവേഴ്സ് ആയിട്ടുണ്ട് വിത്തിൻ 1.5 മന്ത്. ഞാൻ പറയുന്നത് ആക്ച്വലി കൺസിസ്റ്റൻസി നിങ്ങക്ക് ഉണ്ടെങ്കിൽ എന്തും നിങ്ങക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് ഈ വീഡിയോ ക്രിയേഷനും കാര്യങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അതൊക്കെ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയി പോയി. പിന്നെ നല്ലതായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് പറ്റും. സോ എന്ത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും കൺസിസ്റ്റൻസി ആൻഡ് ഹാർഡ് വർക്ക് ആണ് മാറ്റർ ചെയ്യുക. നിങ്ങൾ എങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു വീഡിയോ ക്രിയേറ്റ് ചെയ്യണം, കോണ്ടന്റ് ക്രിയേറ്റർ ആവണം, അങ്ങനെല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാനൊട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല എനിക്ക് വിത്തിൻ 1 മന്ത്സ് ഒക്കെ 6000 പേര് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സംഭവമാണ്. കാരണം എനിക്ക് 700 സംതിങ് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഈ വീഡിയോയിലൂടെ അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ, എല്ലാരും ഹാർഡ് വർക്ക് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിരിക്കാം. നമ്മൾ ചെയ്യുന്ന ആ ഒരു വർക്കിനോട് എന്താ പറയാ, ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുക, ആത്മാർത്ഥത കാണിക്കാം. ഇത്രേ ഉള്ളൂ. അപ്പൊ നിനക്ക് ഗുഡ് റിസൾട്ട്സ് കിട്ടും. ഓൾ ദി ബെസ്റ്റ് വിഷസ്. ഓൾ ബൈ.